എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു നാർസിസിസ്റ്റ് ആണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങളെ ഉപദ്രവിക്കും, പറ്റിക്കും, ചതിക്കും, അടിക്കും, വേദനിപ്പിക്കും. ഇതൊക്കെ ചെയ്താലും എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ നല്ലതിന് വേണ്ടി മാത്രമേ ഞാൻ ഇതൊക്കെ ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും തന്നുകൊണ്ട് ഒരു നാർസിസിസ്റ്റും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ എല്ലാ നാർസിസ്റ്റുകളെയും ഒറ്റ നോട്ടത്തിൽ കാണാനും വിലയിരുത്താനും കണ്ടുപിടിക്കാനും ഒന്നും സാധിക്കില്ല. ചിലപ്പോ നിങ്ങളുടെ ചുറ്റും ഏറ്റവും നല്ലവനായ ഉണ്ണിയായിട്ട് നടക്കുന്ന ഒരാളായിരിക്കും ഈ നാർസിസിസ്റ്റ്. അതറിയണമെങ്കിൽ അയാളുടെ വീടിനകത്ത് പോയി നോക്കേണ്ട വരും. ചിലപ്പോ വീടിനകത്ത് വളരെ നല്ല ഒരു മുഖമുള്ള ആളായിരിക്കും, അയാളുടെ വർക്ക് പ്ലേസിലായിരിക്കും ഇയാളുടെ നാർസിസ്റ്റിക് സ്വഭാവം കാണിക്കുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നാർസിസ്റ്റുകളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നാർസിസിസം. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഈ ടൈപ്പുകൾ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡിയോസ് ടൈപ്പ്. സ്ഥിരമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു ടൈപ്പ് നാർസിസ്റ്റുകളാണിത്. ഇവരെക്കാളും സ്മാർട്ട് ആയിട്ടുള്ള ഒരാള് ഇയാളുടെ പഞ്ചായത്ത് പോലും ജീവിക്കുന്നുണ്ടാവില്ല. ഇയാള് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇയാളില്ലെങ്കിൽ ആ കമ്പനി തന്നെ പൂട്ടിപ്പോവും എന്നുള്ള ഒരു സ്ഥിതിയിലായിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. അങ്ങനെയാണെങ്കിലും ഇയാൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളും തെറ്റുകളൊക്കെ ടീമിലെ ബാക്കിയുള്ളവര് ക്ലിയർ ചെയ്ത് തീർത്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ് ഫസ്റ്റ് ടൈപ്പ്. ഇവരായിരിക്കും ഏറ്റവും സുലഭമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു ടൈപ്പ് നാർസിസ്റ്റുകൾ. ഇവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ ഒരു വിഭാഗം കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ടീമാണ്. ഇവരെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരിക്കലും സുപ്പീരിയോറിറ്റി കാണിക്കില്ല. ഇവരെ പറയുന്ന പേരാണ് വൾണറബിൾ നാർസിസ്റ്റുകൾ. ഇവർ ഈ ഒരു വൾണറബിലിറ്റി കാണിച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ അറ്റൻഷനും അഡ്മിറേഷനും ഒക്കെ മേടിച്ചെടുക്കുന്നത്. ഇവരുടെ സംസാര രീതി എപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടും എനിക്ക് നീ ഒന്നും ചെയ്തു തന്നില്ല. ഇവരെ ഏറ്റവും വലിയ വിക്റ്റിമായിരിക്കും. ഇവരെല്ലായിടത്തും കുറച്ച് സിമ്പതിയും ഗിൽട്ടൊക്കെ പിടിച്ചു പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളും കുറെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അധികമാരും ഇവരെ നെഗറ്റീവായിട്ട് പറയാറില്ല. കാരണം ഇവര് ഭയങ്കര പാവല്ലേ. ഇവരത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള, ട്രോമ അനുഭവിച്ചിട്ടുള്ള വേറൊരാളും ആ പഞ്ചായത്ത് തന്നെ ജീവിക്കുന്നുണ്ടാവില്ല. അത്രയും പാവമായിരിക്കും. സോ ഇങ്ങനെയുള്ളവരെയും നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ നിങ്ങളുടെ ഇമോഷൻസ് ഊറ്റിയെടുക്കുന്നത് നിങ്ങൾ കാണണം. മൂന്നാമത്തെ ഒരു വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ഇവരെ ഈ വൾണറബിൾ നാർസിസ്റ്റുകളൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും. പക്ഷെ ഇവർ കുറച്ച് ഒരു ഇൻട്രോവേർട്ടിനെയൊക്കെ പോലെ ആയിരിക്കും കാണുമ്പോൾ. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ ഭയങ്കര ഹമ്പിളും നല്ല ഒരു സ്വഭാവമുള്ള ആളുകളുമായിരിക്കും. പക്ഷെ ഇവരുടെ ഉള്ളിലുള്ള ചിന്താഗതികൾ ഇവർ ഭയങ്കര സുപ്പീരിയർ ആണ്, സ്പെഷ്യലാണ് എന്നുള്ള ചിന്തയായിരിക്കും ഇവർക്കുള്ളത്. ഇവരുടെ സംസാരത്തിലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതായത് ഒരു ആള് പറയാണ് നിങ്ങളോട്, എനിക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയാണ്, എന്നെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അവർക്കില്ല, ആർക്കുമില്ല. ഈ ഒരു രീതിയിലായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവര് ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര ഒരു ഡിവൈൻ ആയിട്ടുള്ള ആളുകളാണ്. ഇവരെ മനസ്സിലാക്കാൻ അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരാള് മേലെന്ന് താഴോട്ട് ഇറങ്ങി വരേണ്ട ഒരവസ്ഥയായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവർ പറയുന്നത് ശരിയായിരിക്കുമെന്ന്. പക്ഷേ ഇവരുടെ ടോക്സിക് ബിഹേവിയറും കൂടെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കണം. അടുത്തൊരു വിഭാഗം നാർസിസ്റ്റുകളെ നാട്ടിൽ പലയിടത്തും പല കോർണറിലും കാണാൻ പറ്റുന്ന ഒരു വിഭാഗമാണ്. ഇവരെ കമ്മ്യൂണൽ നാർസിസ്റ്റുകൾ എന്നാണ് പറയാ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഓരോ കാര്യവും മറ്റുള്ളവരെ അറിയിച്ചിട്ടേ ഇവർ ചെയ്യും. അതായത് റോട്ടിലുള്ള ഒരു കല്ലെടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ക്യാമറ ബാക്കിൽ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. നാട്ടിലൊരു നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. അതായത് ഇവർ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തിയും മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കും. മറ്റുള്ളവരുടെ അറ്റൻഷൻ, അഡ്മിറേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർ വാ തുറന്നായി ഇവർ സംസാരിക്കുന്നത്, ഞാൻ അത്ര കൈൻഡാണ്, ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും, എൻ്റെ അത്ര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയില്ല വേറെ ഒരാൾ ഇവിടെ ഇല്ല.
ഈ ഒരു രീതിയിലായിരിക്കും ഇയാളുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാവരും ഇയാളെ റെസ്പെക്ട് ചെയ്യാനും ഇയാളെ ഫോക്കസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും ഇയാൾ ചെയ്യുന്നത്. പക്ഷെ ഇയാളോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിയണ്ടേ ഞാൻ ചെയ്യുന്നത്, എന്നാലല്ലേ ബാക്കിയുള്ളവരും കൂടെ ചെയ്യുള്ളൂ എന്നായിരിക്കും ഇവരുടെ മറുപടി. നിങ്ങൾ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടാവും. ഇത് കൂടുതലായിട്ടും എവിടെയാണ് കാണപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഇതിൽ അഞ്ചാമത് വരുന്നൊരു വിഭാഗമാണ് മാലിഗ്നന്റ് നാർസിസ്റ്റുകൾ. ഇവരാണ് കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ. ഇവര് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മാനേജ് ചെയ്യാൻ. നോർമൽ നാർസിസ്റ്റുകളെ പോലെ തന്നെ മെന്റലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന എല്ലാ സ്വഭാവ രീതികളും അതിൻ്റെ കൂടെ കുറച്ച് ക്രൂവാലിറ്റിയും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു വിഭാഗമാണ് ഇവർ. ഇവരാണ് നിങ്ങളെ പബ്ലിക്കായിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്യുക, ഫിസിക്കലി ഹറാസ് ചെയ്യുക, എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. ഇവരുടെ കൂടെ ജീവിക്കാനായിരിക്കും ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടിയും ഉണ്ടാകുന്നത്. ഇതിൽ അടുത്തതായിട്ട് വരുന്ന ഒരു വിഭാഗം നാർസിസ്റ്റുകളാണ് അറ്റൻഷൻ സീക്കിംഗ് നാർസിസ്റ്റുകൾ. ഇവരെ മനസ്സിലാക്കാൻ കുറച്ച് ഈസിയാണ്. നമുക്കൊക്കെ ജീവിക്കാൻ ഓക്സിജൻ വേണ്ട പോലെ തന്നെ ഇവർക്ക് ജീവിക്കണമെങ്കിൽ അറ്റൻഷൻ വേണം. ഈ അറ്റൻഷൻ ഇവർ നേടിയെടുക്കുന്ന വഴികളായിരിക്കും കുറച്ച് വിയേർഡായിട്ട് തോന്നുന്നത്. ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവര് സ്റ്റാറ്റസും സ്റ്റോറിയും എല്ലായിടത്തും കൊണ്ടുപോയിട്ടിടും. അതായത് സങ്കടങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇവർ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണെങ്കിലും എല്ലായിടത്തും ഒരു വിക്ടിം കളിച്ചിട്ടാണെങ്കിലും ഇവരിതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് കുറച്ച് സിമ്പതിയൊക്കെ മേടിച്ച് ഒരു അറ്റൻഷൻ ഉണ്ടാക്കാൻ നോക്കും. ആ ഒരു അറ്റൻഷൻ ക്രേവിംഗ് മെന്റാലിറ്റി കാരണം ഇവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ പലതും മറ്റുള്ളവരെ വളരെ നെഗറ്റീവായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ഇതിൽ അവസാനം വരുന്ന ഒരു വിഭാഗമാണ് ഇമേജ് നാർസിസ്റ്റ്. ഇമേജ് നാർസിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ഇത് ഭയങ്കര ഫണ്ണായിട്ടുള്ള പക്ഷേ നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇവര് പ്രൈവറ്റ് ആയിട്ട് ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവൻ ഏതാണ് പോലും നമുക്ക് മനസ്സിലാവില്ല. എന്തൊരു ഡീസന്റ്, എന്തൊരു ഹമ്പിള്, എന്തൊരു സ്നേഹം, ഈ ഒരു അവസ്ഥയായിരിക്കും. വീട്ടിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും ക്രൂവലായിട്ടുള്ള മറ്റൊരാളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇവരുടെ ആ ഒരു ഇമേജ് പബ്ലിക്കലി മാത്രം മാനേജ് ചെയ്തു വരുന്നത് കൊണ്ടാണ് ഇമേജ് നാർസിസ്റ്റ് എന്ന് ഇവരെ വിളിക്കുന്നത്. ഇവരെ കൊണ്ട് പലരും നല്ല രീതിയിൽ ബുദ്ധിമുട്ടാറുണ്ട്. കാരണം ഇവരുടെ സ്വഭാവം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം എല്ലാവർക്കും ഇവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഭയങ്കര നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നാർസിസം. ഇത്രയും അധികം ടൈപ്സ് ഇതിലുണ്ടെങ്കിൽ പോലും ഇവർക്കുള്ള ആ ഒരു സ്വഭാവ രീതികളിൽ മെയിൻ ആയിട്ടുള്ളത് എപ്പോഴും എല്ലാവരിലും കാണാൻ സാധിക്കും. അതായത് എമ്പതി ഇല്ലായ്മ, എപ്പോഴും വാലിഡേഷൻ വേണം. അതുപോലെ തന്നെ ചെറിയൊരു ക്രിറ്റിസിസം പോലും വലിയ യുദ്ധങ്ങൾക്ക് വഴിയുണ്ടാക്കും. ഈ ഒരു സ്വഭാവ രീതികൾ എല്ലാവർക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിലുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. So stay aware, stay grounded, be empathetic. This is TQ Talks.